നമ്മൾ എല്ലാവരും ഈ തരംഗത്തിൻ്റെ ഒഴുക്കിന് വിധേയരായിട്ട് നിൽക്കേണ്ടി വരുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഴുത്തുകാരുടെ മനോഭാവം ഉണ്ടാക്കാൻ പ്രയാസമാണ്. എഴുതുന്നവർക്കും ആ മനോഭാവം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അപ്പം മാസ് റീഡിങ് ഉണ്ടാക്കി മലയാള സാഹിത്യത്തിൽ തന്നെ, സാഹിത്യ ചരിത്രത്തിലൊന്നും ഇത് പറയാറില്ല. നമ്മുടെ സാഹിത്യ ചരിത്ര നിർമ്മാണം തന്നെ വളരെ വൈകല്യം നിറഞ്ഞതാണ്. അവർ പുസ്തകവും ഗ്രന്ഥകർത്താക്കളെപ്പറ്റി മാത്രമേ പറയൂ. നമ്മൾ ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ, കേംബ്രിഡ്ജ് ഇതൊക്കെ നോക്കിയാൽ ആ കാലത്തെ പ്രഭാഷകരെ വരെ സാഹിത്യ ചരിത്രത്തിൽ പെടുത്തി. പുസ്തകം മാത്രമല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, നീട്ടി പറയല്ലേ, ഞാൻ എനിക്ക് പോകണം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ ഏത് സാഹിത്യ ചരിത്രത്തിൽ അവതരിപ്പിക്കുമ്പോഴും കാവ്യപീഠിക തുടങ്ങിയ ഇതൊക്കെ എഴുതി ആ പുസ്തകത്തിൻ്റെ മാനദണ്ഡം എല്ലാറ്റിനെ പറ്റിയോ ഓരോ പാരഗ്രാഫ് പോകുന്നു. പക്ഷെ മുണ്ടശ്ശേരിയുടെ ഏറ്റവും വലിയ നേട്ടമുള്ളതല്ല, ഞാൻ സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തേക്കാളും ശ്രേഷ്ഠമാണ് സമൂഹ മനസ്സിന്, അതായത് ഒരു എഴുത്തുകാരൻ തനിക്ക് വേണ്ട വായനക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. അത് സൃഷ്ടിച്ചത് പ്രഭാഷണത്തിലൂടെയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഈ എഴുത്തുകാരുടെ സ്വഭാവം, ഈ മാസ് റീഡിങ് എന്നുള്ളത് വന്നു. അതൊക്കെ നിങ്ങളിൽ ആരെങ്കിലും പുതിയ സാഹിത്യ ചരിത്രം എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള അവഗണിക്കപ്പെട്ട ചില പ്രവണതകളുണ്ട്. ആ പ്രവണതകൾ കൂടെ ചിത്രീകരിക്കപ്പെട്ടാലേ സാഹിത്യ ചരിത്രം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ദേവൻ്റെ ചിത്രങ്ങൾ തന്നെ, ആ ചിത്രങ്ങളെ പറ്റി ആരും ഒന്നും പറയാറില്ല. അത് ആ മാസ് റീഡിങ്ങിനെ സഹായിച്ച ഒരു പ്രതിഭാസമാണ്. അത് ദേവന് തന്നെ സാഹിത്യകാരെന്നുള്ള പേര് വന്നത് ഈ ചിത്രീകരണത്തിൻ്റെ ഒരു സ്വാഭാവികത കൊണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് സുന്ദരികളും സുന്ദരന്മാരും അതിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രകാശനം. ഒരു പോയ കാലത്തെ അല്ല, നമ്മുടെ ഈ കാലത്തിന് ചില അനുബന്ധങ്ങൾ ആവശ്യമാണ്. അനുബന്ധങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപൂർണമായിരിക്കും. ആ അനുബന്ധങ്ങൾ നൽകുന്ന ഒരു മഹാഗ്രന്ഥമാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇത് പ്രകാശിപ്പിക്കുവാൻ അവസരം കിട്ടിയത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. DC ഇത് പ്രകാശിപ്പിച്ചതിൽ DC അഭിനന്ദിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര നല്ലൊരു സദസ്സ് തൃശ്ശൂരൊക്കെ വൈകുന്നേരം കിട്ടണമെങ്കിൽ എന്തെങ്കിലും വഴിപാടും കൂടെ കഴിക്കണം, എന്നാലേ പ്രോപ്പറെല്ലാം വരും. ഇപ്പോൾ വഴിപാടൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ വന്നിരിക്കുകയാണ്. നിങ്ങളെയും ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സദസ്സായി മനസ്സിൽ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്യുന്നത് പ്രൊഫസർ സോമറിക്കൊണ്ട് സ്വീകരിക്കുന്നത് ശ്രീ T.M. എബ്രഹാം. മലയാള ഭാവന കൈവരിച്ച ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേക പതിപ്പ്. അടുത്ത പുസ്തക പ്രകാശനവും ഉടൻ തന്നെ നടത്തുകയാണ്. ശ്രീ T.M. എബ്രഹാം രചിച്ച അഭിനയകല ഒരാമുഖം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പ്രബീർ ഗുഹയാണ്. അദ്ദേഹം കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. നാടകത്തിലുള്ള പാരമ്പര്യ നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ശ്രീ പ്രബീർ ഗുഹ. മേ ഐ ഇൻവൈറ്റ് ശ്രീ പ്രബീർ ഗുഹ ടു ഫോർമലി release the book written by Sri T.M. Abraham, released by Sri Prabir Gupta. Sri Prabir Guha will address the gathering now. Friends, this is a very rare honor for me that I have been invited here to inaugurate
a theatre book called Art of Acting and Introduction, written by my very good friend T.M. Abraham over there. As I am told, and so far I understood in that book, I was studying from the morning with the help of Abraham. So the book is in almost two parts. He didn't try to focus on one singular subject. Rather, he tried to touch the different areas of theatre. Generally, what we don't get in any kind of books in our regional languages, those books are only available only in English. So this is a very interesting thing he has done, that he has written the whole book in his own mother tongue Malayalam language. This is very important. The book for me is in two parts actually. In first part, he tried to describe the acting theory and practice. He has a deep respect for Stanislavski, the legendary theatre personality. So he started with Stanislavski, but he didn't forget to mention the other names also. Though he didn't mention everybody's name, but he mentioned many important names, like starting from Socrates, then he mentioned Meyerhold, Anthony Artaud, Stella Adler, Bertolt Brecht, Grotowski. He mentioned all those names there. And in the later part, he didn't forget about the modern directors also. Like he mentioned Grotowski and Peter Brook, Eugenio Barba, Tadashi Suzuki and Joseph Chaikin. He tried to describe their theatre approach, how they approach, not in broad but in short. He tried to tell all these things. But most of the books written on Stanislavski's approach, and it is just helped by the other director's approach. This is the first part he wrote, and I am a luckiest person, you can say, that I have worked with 5 directors who are mentioned in his books. The Grotowski, Peter Brook, Eugenio Barba, Tadashi Suzuki and Joseph Chaikin. I have worked with these 5 directors. They are just great. So it's in my heart. They are in my heart. And the second part I liked very much in his book, where there is no theory for the so-called thing, but he tried to touch the other areas of theatre, about the stage, what is proscenium stage, how it arrived, what are the other stages, what is the thrust, what is the arena, what is the sandwiched stage. So he has named in a different way, very interestingly. And then he put some theories in it. He mentioned the name of Augusto Boal. I had a great respect for Augusto Boal, though I didn't work directly with him, but I worked with his lot of disciples here. Augusto Boal, perhaps you know the name of Paulo Freire, who wrote the book Theatre, Pedagogy of the Oppressed. So Augusto Boal actually translated that book in theatre, and he named as Theatre for the Oppressed. So those theory and practice and some theatre games are also mentioned in his books. Beside this, he mentioned about the costume, about the light, and very interestingly, the do's and don'ts for the beginners. How do you come in the rehearsal room? How do you sit? How do you behave? How do you talk? How do you think? How do you concentrate? How do you listen? Everything he mentioned there. Very interesting part. I hope this book could be a manual for the beginners, and also it would be loved by the old theatre practitioners and theatre lovers. And I wish this book should be translated in different languages in India, so that this book could be the manual for all theatre workers in India. So my personal thanks to T.M. Abraham for these books. Thank you, Sri Robin Guha. Thank you very much. ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത നിരൂപകനായ പ്രൊഫസർ എം തോമസ് മാത്യു സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ശ്രീ പ്രബീർ ഗുഹ, ശ്രീ ടി എം എബ്രഹാം, സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ ഈ നേരത്ത് ഇങ്ങനെ ഒരു ചടങ്ങിൽ എത്തിച്ചേരാൻ കാരുണ്യം കാണിച്ച നിങ്ങളോട് കേരളത്തിലെ എല്ലാ കലാസ്നേഹികളുടെയും പേരിൽ ഞാൻ എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ടി എം എബ്രഹാം എഴുതിയ ഈ പുസ്തകത്തിൻ്റെ താളുകൾക്കിടയിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാൻ മാത്രമേ എനിക്ക് അവസരം ലഭിച്ചുള്ളൂ. എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഏകദേശമായ ഒരു ധാരണ മാത്രമേ എനിക്കുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ളൊരു വിശകലനത്തിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാടകം 2 ജന്മങ്ങളുള്ള ഒരു കലാരൂപമാണ് എന്ന് സാമാന്യമായി പറയാറുണ്ട്. ഒന്ന് നാടകകൃതി എന്ന അതിൻ്റെ ജന്മമാണ്. അരങ്ങിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കുന്ന ഒരു കരട് രൂപമല്ല നാടകകൃതി. ഒരുപക്ഷെ സിനിമയുടെ സ്ക്രിപ്റ്റും നാടകവും തമ്മിലുള്ള മൗലികമായ വ്യത്യാസവും അതാവാം. നാടക ഗ്രന്ഥം സ്വയം പൂർണ്ണമായ ഗ്രന്ഥമാണ്. അത് സ്വയം പൂർണ്ണമായിരിക്കുമ്പോൾ തന്നെ അരങ്ങിൻ്റെ സാഫല്യത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ജന്മവുമാണിത്. ഈ അരങ്ങിൽ ഊന്നിക്കൊണ്ടാണ് ശ്രീ എബ്രഹാം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. നാടകത്തിൻ്റെ അരങ്ങിലെ ജന്മത്തിൻ്റെ സൃഷ്ടാവ് ആര് എന്ന ചോദ്യം പലപ്പോഴും വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അരങ്ങിലെ സൃഷ്ടാവ് അരങ്ങിലെ അനുഭൂതി സൃഷ്ടിക്കുന്നയാൾ, അരങ്ങിൻ്റെ ചിഹ്നവ്യൂഹത്തെ വിന്യസിക്കുന്ന വ്യക്തി സംവിധായകനാണോ അതോ നടനാണോ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സംവിധാന കലയിലും അഭിനയത്തെ സംബന്ധിക്കുന്ന ബോധത്തിലും യൂറോപ്പിൻ്റെ മനസ്സിനെ എന്നും ധന്യമാക്കിക്കൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് താൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് എബ്രഹാം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. സ്റ്റാനിസ്ലാവ്സ്കി മോസ്കോ തിയേറ്ററിനെ ലോക നാടക ചരിത്രത്തിലെ ഒരു വിസ്മയമാക്കി മാറ്റിയ സ്റ്റാനിസ്ലാവ്സ്കി നാടകത്തിൻ്റെ സാമാന്യമായ പരിചയമുള്ള ആളുകൾക്ക് പോലും ആരംഭം സ്റ്റാനിസ്ലാവ്സ്കിയിൽ നിന്നാണ്. പിന്നെയാണത് അവസാനം വെറും വിസ്കിയിൽ ചെന്നു ചേരുക. സ്റ്റാനിസ്ലാവ്സ്കി എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം എത്രയോ ആളുകൾ മോസ്കോയിൽ എത്തുകയും അദ്ദേഹം നാടകം സംവിധാനം ചെയ്യുന്ന രീതി, നടനെ ഒരുക്കിയെടുക്കുന്ന രീതി, നാടകത്തിൻ്റെ വ്യത്യസ്തമായ ഘടകങ്ങളെ സമന്വയിപ്പിച്ച്
ഒരു ദൃശ്യാനുഭവം സൃഷ്ടിക്കുന്ന സമ്പ്രദായം, അതിൻ്റെ പിന്നിൽ ഉള്ള നാടക ദർശനം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ആളുകൾ അവിടെ എത്തിയിരുന്നു എന്ന് നമുക്കറിയാം. സ്റ്റാനിസ്ലാവ്സ്കി സ്കൂൾ എന്ന എത്രയോ കാലം ആളുകൾ പറഞ്ഞിരുന്നൊരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇതിനെ ആധാരമാക്കിക്കൊണ്ട് പക്ഷെ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ടല്ല ടി.എം. എബ്രഹാം ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം എത്രയോ ആളുകൾ നാടകം പഠിച്ചു, എത്രയോ കലാചിന്തകന്മാർ നാടകാഭിനയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും പുതിയ പുതിയ രീതികൾ ആവിഷ്കരിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. തൻ്റെ ദീർഘകാലത്തെ പഠന ഗവേഷണങ്ങളുടെ ഫലമായി ഒരുക്കാൻ കഴിഞ്ഞ ശ്രീ അബ്രഹാമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണം കൂടുതൽ സഫലമായി, കൂടുതൽ വിപുലമായി, പുതിയ ചക്രവാളങ്ങൾ തേടി വികസിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. തോമസ് മാത്യു സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇപ്പോൾ മറുപടി പ്രസംഗം നടത്തുന്നത് ശ്രീ ടി.എം. എബ്രഹാം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കൃതജ്ഞത പറയുന്നതിന് മുൻപ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനൊരു മറുപടി പറയണം എന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് 50 വർഷം മുമ്പ് എഴുതപ്പെട്ട, 50 അല്ല 52 വർഷം മുമ്പ് എഴുതപ്പെട്ട മലയാളത്തിലെ എക്കാലത്തെയും നല്ല നോവലുകളിലൊന്നായ സുന്ദരികളും സുന്ദരന്മാരും ഏറ്റുവാങ്ങാൻ കിട്ടിയ സൗഭാഗ്യത്തിന് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുകയാണ്. എൻ്റെ വായനയുടെ ലോകങ്ങളെ വിസ്മയിപ്പിച്ചു വളർത്തിയ ഒരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇനി അഭിനയകല ഒരാമുഖം എന്ന ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തെ പറ്റി 2 വാക്ക്. ഈ പുസ്തകം പ്രകാശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി നൽകുന്നത് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകളാണ്. നാം വലിയ ഗ്ലാമറോടുകൂടി ഇന്നൊക്കെ കാണുന്ന ഈ നടൻ്റെ പൂർവ്വരൂപം എങ്ങനെയായിരുന്നു എന്ന് നാം അറിയുമ്പോൾ അമ്പരന്ന് പോകും. പൗരാണിക ഗ്രീസിൽ മാത്രമാണ് നടന് ഒരുമാതിരി മാന്യത ഉണ്ടായിരുന്ന ഏക സ്ഥലം. റോമിൽ ചെന്നാൽ BC 150 റോമൻ നാടകവേദി രൂപപ്പെടുന്നു. റോമൻ നാടകവേദിയിൽ നടൻ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ഒരു നാടകവേദിയാണ്. നാടകത്തിൽ അഭിനയിക്കുന്നവന് പൗരത്വം നിഷേധിക്കപ്പെട്ടിരുന്നു. നാടകത്തിൽ അഭിനയിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ചമ്മട്ടി കൊണ്ട് നടൻ അടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒട്ടേറെ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ചരിത്രം റോമൻ നാടകവേദിക്കുണ്ട്. എന്തിന് ഈ ഷേക്സ്പിയറുടെ കാലത്ത് ഇംഗ്ലീഷ് തിയേറ്ററിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. നടന്മാരായും മാന്യന്മാരാരും വേഷമിട്ടിരുന്നില്ല. ഷേക്സ്പിയറുടെ കാലത്ത് നാടകത്തിൽ അഭിനയിച്ചത് സ്ത്രീകൾ ആരും നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ല. സ്ത്രീകൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് വളരെ സമൂഹത്തിൽ മോശമായ പ്രതികരണം സൃഷ്ടിക്കും എന്ന് ഈ എലിസബത്തേൻ തിയേറ്ററിലൊക്കെ വിശ്വസിച്ചിരുന്നു. മാന്യന്മാരാരും ഈ ഒഥല്ലോയുടെ റോളൊന്നും അന്നെടുക്കാൻ ആരും വന്നിരുന്നില്ല. അപ്പോൾ മാന്യന്മാരുടെ, പ്രഭുക്കന്മാരുടെ ഭൃത്യന്മാരും തെണ്ടികളും ഭിക്ഷക്കാരുമാണ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ടതും അപ്രധാനങ്ങളുമായ വേഷങ്ങൾ കെട്ടാനാണ് വന്നിരുന്നത്. അഭിനയത്തിലേക്ക് ചെറുപ്പക്കാരായ
ആൺകുട്ടികളാണ് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ വേഷങ്ങൾ കെട്ടിയത്. അപ്പം അങ്ങനെ എത്രയോ വർഷം മുമ്പ് ഈ അഭിനയത്തെ പറ്റി ഉള്ള ഈ അന്വേഷണങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഒരു അവസരം എനിക്ക് ഈ 1.5 വർഷത്തെ ഈ പുസ്തകത്തെ പറ്റിയുള്ള രചനയുടെ അന്വേഷണങ്ങളിൽ ലഭിച്ചു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായി ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം കഴിഞ്ഞ കുറേ കൊല്ലമായി ഈ കുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ നാടക പരിശീലന കളരികളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ന്യൂനത, ഇവർക്ക് ഒരു കൈപ്പുസ്തകം പോലെ കൊടുക്കാൻ അഭിനയത്തെപ്പറ്റി, അഭിനയ പരിശീലനത്തെപ്പറ്റി, അഭിനയ പരിശീലനത്തിൽ നടത്തേണ്ട അഭ്യാസങ്ങളെപ്പറ്റി ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം പോലും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറവ് എളിയ തോതിലെങ്കിലും നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം ഇങ്ങനെ എഴുതാൻ തയ്യാറായത്. മറ്റൊന്ന്, ഈ പുസ്തകത്തിൽ അഭിനയത്തിൻ്റെ പുതിയ മേഖലകളെപ്പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രബീർ ഗുഹ പറഞ്ഞ ഗ്രോട്ടോവിസ്കിയെ പോലെയുള്ള പുതിയ കാലഘട്ടത്തിലെ അഭിനയ പരിശീലകരെ പറ്റി പറഞ്ഞു പോയിട്ടുള്ളതല്ലാതെ അവരുടെ അഭിനയ പരിശീലന രീതികളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് അഭിനയത്തിൽ ഉപരി പരിശീലനം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട വിവരങ്ങളാണ്. അത്തരം ഒരു ഗ്രന്ഥം നാളത്തെ മലയാള നാടകവേദിയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മലയാള നാടകവേദിയുടെ ആവശ്യം വളരെ പ്രാഥമികമായി ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റഷ്യയിൽ മോസ്കോ ആർട്ട് തിയേറ്ററിൻ്റെ ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന ചെക്കോവിൻ്റെയൊക്കെ നാടകങ്ങൾ സംവിധാനം ചെയ്ത് വിശ്വപ്രസിദ്ധമാക്കിയ സ്റ്റാനിസ്ലാവിസ്കിയാണ് ഈ അഭിനയ പരിശീലനത്തെപ്പറ്റി ആധികാരികമായ 3 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. ആ രീതി തന്നെയാണ് സ്വാഭാവിക അഭിനയ രീതി, അതായത് റിയലിസ്റ്റിക് ആക്ടിങ് രീതിയാണ് ഇന്നും ലോകത്ത് എമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ആക്ടിംഗ് ആണ് അമേരിക്കയിൽ മർലിൻ ബ്രാൻഡോ പോലുള്ള ആളുകളുടെ പരിശീലനത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലും സ്റ്റാനിസ്ലാവിസ്കിയുടെ നാടക അഭിനയ സങ്കേതങ്ങൾ തന്നെയാണ് ആധാരമാക്കിയിട്ടുള്ളത്. അതിന് ഈ 10, 50, 60 വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് വിവിധ തരത്തിലുള്ള പരിശീലന രീതികൾ ഒക്കെ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. മൈക്കൽ ചെക്കോവിനെ പോലെ ഒക്കെയുള്ള പരിശീലകരുടെ പരിശീലന രീതികളുടെ വ്യത്യസ്തത ഒക്കെ ഇതിൽ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇവിടെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം പ്രകാശിപ്പിക്കാനെത്തിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭൻ എന്ന വാക്കൊക്കെ ഞാൻ പ്രയോഗിക്കുന്നത് ശരിയെന്നില്ല, ഞാൻ ആ പേര് മാത്രം പറയുന്നു. മലയാളത്തിൻ്റെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന് DC ഇൻ്റർനാഷണൽ ബുക്ക് എക്സിബിഷൻ്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഇവിടെ എത്തിയത്, അഭിനയകല ഒരാമുഖം എന്ന പുസ്തകം പ്രകാശിപ്പിക്കാൻ എത്തിയത് ബംഗാളിലെ നാടക സംവിധായകൻ ശ്രീ പ്രബീർ ഗുഹയാണ്. പ്രബീർ ഗുഹ ഈ പുസ്തകം എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അഭിനയത്തെപ്പറ്റി ഒരു പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ട് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി പ്രബീർ ഗുഹ തന്നെയാണ്. കാരണം അദ്ദേഹം അഭിനയത്തിൽ ഉപരി പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മളിവിടെ പറഞ്ഞ അഗസ്റ്റോ പോളിൻ്റെ പരിശീലന പദ്ധതി, സ്റ്റാനിസ്ലാവിസ്കി ഗ്രോട്ടോവിസ്കി എന്ന പോളണ്ടിലെ നാടക സംവിധായകനായ ഗ്രോട്ടോവിസ്കിയുടെ കീഴിൽ അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ട്. ഓൾ ഇൻ തിയേറ്ററിൻ്റെ
ബാർബ, യുജിനോ ബാർബ എന്ന സംവിധായകൻ്റെ കീഴിൽ അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ട്. ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം അദ്ദേഹം തൻ്റെ നാടകങ്ങളുമായി അവതരണങ്ങളുമായി സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ വർഷത്തെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തി ഈ പുസ്തകം പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ എക്സിബിഷൻ കമ്മിറ്റിയുടെ പേരിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. പ്രൊഫസർ എം തോമസ് മാത്യു, അതും ഞാൻ പറയുന്ന ഒരു നിമിത്തം മാത്രമാണ്. കാരണം തോമസ് മാത്യുവിന് ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഈ ആഴ്ച അവധി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്നലെ തുഞ്ചൻ പറമ്പിൽ പ്രസംഗിക്കുകയായിരുന്നു. നാളെ അദ്ദേഹം ബാംഗ്ലൂർക്ക് പോവുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം. അതുപോലെ തിരക്ക് പിടിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനിടയിൽ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹത്തിനോട് വ്യക്തിപരമായ പേരിലും ഈ ഇന്റർനാഷണൽ എക്സിബിഷൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അവസാനമായി ഈ 3 മണി എന്ന നേരം നമുക്കൊക്കെ അറിയാം, ആളുകൾക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആദ്യം 5:30 എന്ന് പറഞ്ഞു. സുകുമാർ അഴീക്കോടിൻ്റെ സൗകര്യാർത്ഥം അത് 3 ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു ആളുകൾ എത്തുമോ എന്ന്. പക്ഷേ സാധാരണ ഒരു മീറ്റിങ്ങിനുണ്ടാകുന്നതിനേക്കാളൊക്കെ ആളുകൾ ഈ മീറ്റിങ്ങിന് വരികയും അതിൽ സഹർഷം പങ്കെടുക്കുകയും ചെയ്തു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കേൾവിക്കാർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എബ്രാഹിം സാറിന് നന്ദി. ഇതോടെ ഈ സമ്മേളനം സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ബഹുമാന്യരെ, 8ാമത് DC ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ അതിൻ്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരിക പരിപാടികളുടെയും ഇന്നത്തെ 2ാമത്തെ പരിപാടിയായി ഖസാക്കിൻ്റെ ഇതിഹാസം 40ാം വർഷം പ്രമാണിച്ചുള്ള പ്രത്യേക പതിപ്പിൻ്റെ പ്രകാശനവും ശ്രീ ആഷാമേനോൻ്റെ ഹിമാലയൻ യാത്രാ അനുഭവങ്ങളുടെ പുസ്തകമായ ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്ന കൃതിയുടെയും പ്രകാശന കർമ്മമാണ് നിർവഹിക്കപ്പെടുന്നത്. ചടങ്ങിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രകാശനം ചെയ്യുന്നത് ശ്രീ സേതുവാണ്. നിരവധി നോവലുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ സേതു DC ബുക്സിൻ്റെ അടുത്ത വളരെ വേണ്ടപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ എന്ന പുസ്തകം നിരവധി പതിപ്പുകളിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും വിൽപ്പനയുള്ള നോവൽ ഒന്നായി അടയാളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ KL മോഹനവർമ്മയാണ്. മോഹനവർമ്മയെയും എറണാകുളത്തുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിരവധി നോവലുകൾ, കഥകൾ വായനക്കാർക്ക് ഏറ്റവും
ആകർഷകമായ രീതിയിൽ വായനക്കാരെ വളരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ നോവലുകൾ രചിക്കുകയും അത് ബഹുഭൂരിപക്ഷം വായനക്കാരിലും എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുക. ശ്രീ ആഷാ മേനോൻ, ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. നിരൂപണത്തിൽ തൻ്റെ വ്യത്യസ്തമായൊരു ശബ്ദം കൊണ്ട്, വ്യത്യസ്തമായ ആഖ്യാന രീതി കൊണ്ട് ശ്രദ്ധേയനായ ശ്രീ ആഷാ മേനോൻ, ആഷാ മേനോൻ്റെ ഹിമാലയൻ യാത്രകളുടെ യാത്രാനുഭവങ്ങൾ ചേർത്ത പുസ്തകമാണ് ഹിമാലയ പ്രത്യക്ഷങ്ങൾ. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ശ്രീ TM എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഇതേ വേദിയിൽ വെച്ച് അല്പസമയം മുൻപ് നടന്നു. നാടക രംഗത്തെ അഭിനയകലയെക്കുറിച്ചുള്ള അഭിനയകല ഒരു ആമുഖം എന്ന പേരിൽ അഭിനയകലയെക്കുറിച്ച് ഉള്ള വിശദമായ ഒരു പഠന ഗ്രന്ഥമാണ് അത്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ശ്രീ KG ജോർജ്, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി സിനിമകളിലൂടെ വ്യത്യസ്തമായ ഒരു ദൃശ്യ സംസ്കാരത്തിന് മലയാള സിനിമയിൽ ഇടം കണ്ടെത്തിയ ശ്രീ KG ജോർജിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC ബുക്സ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൽ സംസാരിക്കുന്നതിനായി ശ്രീ സേതുവിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ മോഹനവർമ്മ, ശ്രീ ജോർജ്, ശ്രീ ആഷാ മേനോൻ, ശ്രീ TM എബ്രഹാം, പ്രിയപ്പെട്ടവർ, DC ബുക്സിൻ്റെ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പുസ്തക പ്രകാശനത്തിന് അവസരം കിട്ടിയത് പ്രത്യേകിച്ചും ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള ഒരു കൃതിയുടെ 45 എത്ര 50 എനിക്ക് തന്നെ അറിയില്ല, പ്രകാശനത്തിന് ഒരു അവസരം കിട്ടിയത് ഒരർത്ഥത്തിലൊരു നിയോഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിജയൻ ഖസാക്ക് എഴുതുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തിപരമായ ഓർമ്മകളുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഖസാക്കിനെ പറ്റി ആധികാരികമായി വിലയിരുത്താൻ ഞാൻ ആളല്ല. ആഷാ മേനോൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്, വളരെയധികം പണ്ഡിതോചിതമായി ഖസാക്കിനെ പറ്റി ആഷാ മേനോൻ അങ്ങനെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിജയൻ്റെ കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഖസാക്കിൻ്റെ കാലഘട്ടം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ കുറേ വ്യക്തിപരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുക മാത്രമേ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 60കളുടെ മധ്യത്തിൽ ഞാനൊക്കെ ഡൽഹിയിൽ ചെന്നപ്പെടുമ്പോൾ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന, എഴുതാൻ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പം അന്ന് യാദൃശ്യമായിട്ട്
അവിടുത്തെ കേരള ക്ലബിൽ വെള്ളിയാഴ്ച തോറും മലയാളത്തിലെ കുറേ എഴുത്തുകാർ ഒത്തുകൂടാറുണ്ട്. അന്ന് പ്രശസ്തരായി കഴിഞ്ഞ കാക്കനാട് MP നാരായണപിള്ള, VK, പിന്നെ ഓംശേരി ജയദേവൻ, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ ഈ കൂട്ടത്തിലേക്ക് ഞാൻ OV വിജയൻ. അപ്പോൾ ഞാൻ അവിടെ ഈ കൂട്ടത്തിലേക്ക് ചെന്ന് പെടുന്നത് അത് വേറൊരു നിയോഗമെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എഴുത്തുകാരനാകാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ കൂട്ടായ്മയിൽ കൂടിയാണ്. മൂന്നരക്ക് എഴുതി തുടങ്ങുന്ന, എഴുതി ശ്രദ്ധേയനായി വരുന്നൊരു കാലഘട്ടം, 66-67 കാലഘട്ടം. അപ്പോൾ ഈ വെള്ളിയാഴ്ച സമ്മേളനങ്ങൾ ആരെങ്കിലും ഒരാളൊരു കഥ അവതരിപ്പിക്കും, കവിത അവതരിപ്പിക്കും. അവിടെ കൂടി ഇരിക്കുന്ന 10, 20, 30 പേരുണ്ടാവും. പലരും രൂക്ഷമായിട്ട് വിമർശിക്കും. കാരണം എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പോൾ അതിൽ ഒരു മത്സര സ്വഭാവമോ ഭാരവയ്പോ ഒന്നും ഉണ്ടാകേണ്ട പ്രായമായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ലാഘവബോധത്തോടെ, അത് അറിയിക്കുന്ന ഗൗരവത്തോടെ കേൾക്കാൻ തയ്യാറുള്ള എഴുത്തുകാരാണ് അവിടെ. അപ്പോൾ ആ സദസ്സിലാണ് ഞാൻ വന്നുപെടുന്നത്. അപ്പോൾ വിജയൻ അന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എഴുത്തുകാരനാണ്. മലയാളത്തിൽ അധികം എഴുതിയിട്ടില്ലെങ്കിലും കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു കോളംനിസ്റ്റ് എന്നുള്ള നിലയിലും പിന്നീട് വിജയൻ വളരെയധികം സ്വന്തം വ്യക്തിത്വം പ്രകാശിപ്പിച്ചു കഴിഞ്ഞൊരു കാലഘട്ടമാണ്. ശങ്കേഴ്സ് വീക്കിൽ സ്ഥിരമായിട്ട് കാർട്ടൂണുകൾ കാണും. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിജയൻ അവിടെ ഉള്ള എല്ലാവരോടും ഖസാക്ക് എഴുതുന്നതിനെ പറ്റി പറയാറുണ്ട്. ഖസാക്കിൻ്റെ ചില അധ്യായങ്ങൾ പലരെയും കാണിക്കാൻ എന്നെ കാണിച്ചിട്ടുണ്ട്. കാക്കനാടിന് നാരായണപിള്ള വാസ്തവത്തിൽ വിജയനുമായിട്ട് ഇക്കാര്യത്തിൽ വളരെയധികം സംവാദങ്ങൾ നടത്തിയുള്ള കാര്യം. നാരായണപിള്ളയ്ക്കും ഒരല്പം വളഞ്ഞ ബുദ്ധിയൊക്കെയുള്ള ഒരാളാണ്. ഒരു വിജയനുള്ള പോലെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു ചരിഞ്ഞ കാഴ്ചയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അപ്പുക്കുളിയെ പറ്റി സംസാരിക്കുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പുക്കുളിക്ക് വേറൊരു ഭാഷ ഉണ്ടാക്കാൻ നാരായണപിള്ളയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സദസ്സിലെ ഈ സ്വകാര്യ സംഭാഷണത്തിലെല്ലാം ഖസാക്ക് എപ്പോഴും കടന്നു വരാം. അപ്പോൾ ഞങ്ങളൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും. പണ്ടൊക്കെ എല്ലാവരും ബാച്ചിലേഴ്സാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. നീണ്ട നടത്തിൽ വിജയൻ ഖസാക്കിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ എനിക്ക് മറക്കാനും വയ്യാത്ത 2-3 അനുഭവങ്ങളുണ്ട്. അപ്പോൾ വിജയൻ അന്ന് മെയിൻ സ്ട്രീം എന്ന ഒരു മാഗസിനിൽ, ഒരു ഇടതുപക്ഷ ചായയുള്ള ഒരു മാഗസിനിൽ വിജയൻ്റെ സ്ഥിരം കോളമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പത്രാധിപരൻ നിഖിൽ ചക്രവർത്തി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം വിജയൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് നിഖിലിൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ ഞങ്ങൾ നിഖിലിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ ഇറങ്ങി താഴോട്ട് ഇറങ്ങി. കൊണാട്ട് പ്ലേസിലാണ് ഈ കേരള ക്ലബ്. അപ്പോൾ സാധാരണ ഇതിൽ വൈകുന്നേരം നടന്നൊക്കെ പോകാനുള്ള സ്ഥലമുള്ളൂ, ദൂരമുള്ളൂ. വിജയൻ പറഞ്ഞു, ടാക്സി കയറിയാലോ എന്ന് ചോദിച്ചു. ടാക്സി കയറിയാലോ എന്ന് വിജയൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം അതിൻ്റെ കാശ് ഞാൻ കൊടുക്കണമെന്നുള്ളതാണ്. വിജയൻ്റെ പ്രകൃതം അങ്ങനെയാണ്. അത് വളരെ ഡൽഹിയിലെ ഒരു അറിയപ്പെടുന്ന പിശുക്കനായിരുന്നു വിജയൻ. അപ്പോൾ വിജയൻ നമ്മളോട് റെസ്റ്റോറൻറ്റിൽ കയറിയാലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാശ് ഞാൻ കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞങ്ങൾക്ക് സുഹൃത്തുക്കളുടെ ആ പ്രായത്തിൽ ഇതൊക്കെ ഒരു രസമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടാക്സി കയറി തന്നെ നിഖിൽ ചക്രവർത്തിയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ നിഖിലിനൊക്കെ വിജയന് വലിയ ആരാധനയാണ്. കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിജയൻ അസ്വസ്ഥനാകുന്നതാണ്. ഉടനെ നിഖിൽ ചക്രവർത്തി ചോദിച്ചു, ഓ യു വാണ്ട് എ ഡ്രിങ്ക്? നോ. അപ്പോൾ അതും അവിടെ സാധിച്ചു. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് വിജയൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ വേറെ ചില ഭാഗങ്ങളാണ്. വളരെ രസകരമായ ഒരുപാട്. കാരണം വിജയൻ ഇക്കാര്യത്തിലൊക്കെ ഈ നിഖിൽ ചക്രവർത്തി ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുമ്പോൾ വിജയൻ്റെ മുഖത്ത് കണ്ട ഒരു നിഷ്കളങ്കമായ ചിരിയുണ്ട്. ഇത് ചോദിക്കാൻ എന്ത് ഇത്ര വൈകി എന്നുള്ളതാണ് ആ ചിരിയുടെ ഒരു അർത്ഥം. ഇത് അല്പം നേരത്തെ ചോദിക്കാമായിരുന്നിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു ചില രസകരമായ നിമിഷങ്ങൾ എന്നുള്ളതിലും. പിന്നീട് അത് കഴിഞ്ഞിട്ട്
നിഖിൽ ചക്രവർത്തിയോട് അപ്പുക്കിളിയെ പറ്റി പറയാനുണ്ട്. അപ്പം അദ്ദേഹം സ്വാഭാവികമായും ഒരു ബുദ്ധിജീവിയാണ്, അറിയപ്പെടുന്ന വലിയ പത്രാധിപരും കോളംനിസ്റ്റും. അദ്ദേഹത്തെ പക്ഷേ സാഹിത്യത്തിൽ വലിയ താല്പര്യമില്ല, ഒരുപാടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോവിൽ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് പ്രകാശനം ചെയ്യാനുള്ള അവസരം ഉണ്ടാകാവുന്നൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ആ പുസ്തകം വളരെ മനോഹരമായിട്ട് DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒരു പുസ്തകത്തിന് കിട്ടാൻ ഒരു സൗഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ കമന്യമായിട്ട് പുസ്തകം ഇറക്കാൻ കഴിയുന്നതല്ല. അതിൽ എസ് നായരുടെ സ്കെച്ചസോട് കൂടിയിട്ട്. കാരണം ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് നോവൽ എഴുതുമ്പോൾ കഥ എഴുതുമ്പോൾ പടം ആര് വരയ്ക്കും, എസ് നായർ വരയ്ക്കുമോ നമ്പൂതിരി വരയ്ക്കുമോ എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലേക്ക് കൂടെ ഞങ്ങളൊരു താല്പര്യമാണ്. അപ്പോൾ എൻ്റെ പല പണ്ടവരും അങ്ങനെ എൻ്റെ പല നോവലുകളും വരയ്ക്കാറുള്ളത് എസ് നായരായ VK-ൻ്റെയും പുതുത്തൽ കുഞ്ഞത്തുള്ളുടെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്പൂതിരി അത് കയറിയെടുക്കും. കാരണം അത് വളരെ ഇവർ രണ്ടുപേരും സമീപനത്തിൽ വ്യത്യാസമാണ്. ഖസാക്ക് വരച്ചിരിക്കുന്നത് എസ് നായരാണ്, ഇലയാദി വരച്ചിരിക്കുന്ന മറക്കാൻ വയ്യാത്ത ചിത്രങ്ങൾ വരച്ചിരുന്ന എസ് നായരാണ്. കാരണം ഇവരുടെ ജീവിത വീക്ഷണവും നമ്പൂതിരിയുടെ ആ പ്രസാദാത്മകത്വവും വരകളിലെ പ്രസാദാത്മകത്വവും നമ്പൂതിരിയുടെ അഭിരുചികളും വളരെ വ്യക്തമായിട്ട് യോജിക്കുന്നതാണ് VK-ൻ്റെ കുഞ്ഞത്തുള്ളയുടെയൊക്കെ നർമ്മബോധമുള്ളതാണ്. വിജയൻ്റെ ഖസാക്ക് വരയ്ക്കാനായിട്ട് ഒരുപക്ഷെ ഏറ്റവും അനുയോജ്യനായ ആർട്ടിസ്റ്റ് എസ് നായർ തന്നെ. അപ്പോൾ ഇതിൽ എസ് നായരുടെ ചിത്രങ്ങൾ ഇതിൽ കൊടുത്തു. കാരണം ആ ഒരു പാലക്കാടൻ അന്തരീക്ഷവും ആ വരണ്ട ചുറ്റുപാടുകളും കരിമ്പനിയും വളരെ വ്യത്യസ്തമായ മുഖങ്ങളുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എസ് നായർ അത് വരച്ചുകൂടെ കണ്ടപ്പോൾ ആ ഒരു പ്രതികരിച്ച് വലിയ ഒരു മാനം. അപ്പോൾ അതുകൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പണ്ട് ബഷീറിൻ്റെ കഥകൾക്ക് ദേവൻ വരച്ച നമുക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഉമ്മാച്ചുവിന് ദേവൻ കൊടുത്ത മുഖം ഇന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. സുന്ദരികളും സുന്ദരന്മാർ. വളരെ കാലത്ത് ഉമ്മാച്ചുവിൻ്റെ കവറ ദേവൻ വരച്ച ഉമ്മാച്ചുവിൻ്റെ ചിത്രമാണ്. അപ്പോൾ MV ദേവന് ശേഷം ഒരുപക്ഷെ നമ്മുടെ കാലത്തെയും വലിയ ഞങ്ങളുടെ എഴുത്തുകാരെന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇതുപോലെ ചില ചിത്രകാരന്മാരുണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ വിജയനെ ഓർത്തുകൊണ്ട്, മലയാള കഥയെ ഓർത്തുകൊണ്ട് ഈ കർമ്മം അവിടെ നിർവഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീ സേതു ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം 40 വർഷം പ്രമാണിച്ചുള്ള പ്രത്യേക പതിപ്പ് പ്രകാശിതമാവുകയാണ്. പ്രകാശനം ചെയ്യുന്നത് ശ്രീ സേതു, സ്വീകരിക്കുന്നത് ശ്രീ KL മോഹനവർമ്മ. Lady Hashaman is George at Tanzania. ഇപ്പോൾ സംസാരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ KL മോഹനവർമ്മ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേതു, പ്രിയപ്പെട്ട KG ജോർജ്, ആശാമനം, PM അബ്രഹാം, സദസ്സിലെ ബഹുമാന്യ, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മലയാള നോവലിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൻ്റെ 40ാമത് എഡിഷൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടന്നത്. ശ്രീ വിജയൻ്റെ അടുത്ത സുഹൃത്ത്, ഖസാക്കിൻ്റെ കാലഘട്ടത്തിൽ, ഖസാക്കിൻ്റെ എഴുത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി വളരെ അടുപ്പവും ഉണ്ടായിരുന്ന സേതു അനുഭവങ്ങളും വിജയൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൂചനകളും അതിലെ പ്രത്യേകതകളും അത് ഈ നോവലിലും പൊതുവെയുള്ള മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും
വരുത്തിയ ചലനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹപൂർവ്വം സ്മരിച്ചു. എനിക്ക് ഓവിജനുമായിട്ടൊരു പരിചയമില്ല. ഞാൻ ഓവിജനെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത് സേതുവും ഞാനും കൂടി ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുള്ള പോലെ തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു മലയാള സിനിമയുടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പുറകിലിരിക്കുമ്പോൾ ഇന്ത്യയിലിങ്ങനെ കയറി വന്നായിരുന്നു. ഞാൻ അല്പത്തോടിങ്ങനെ നോക്കി ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ട് ഇതാരപ്പാ, ഞാൻ എവിടാണ്, ഞാനിതാ നിസ്സഹായനാണ് എന്ന മട്ടിൽ നിൽക്കുന്ന വിജയൻ. അത് കഴിഞ്ഞു ഞാൻ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. അങ്ങനെ സംസാരിക്കാൻ ഒരു ഒന്ന് രണ്ടോ വാചകങ്ങൾ വന്നതല്ലാതെ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പണ്ട് തകഴിച്ചേട്ടൻ പറഞ്ഞൊരു കഥയുണ്ട്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ 125ാം ജന്മദിനമാണ് ഡൽഹിയിൽ വെച്ച് ആഘോഷിക്കാൻ. തകഴിച്ചേട്ടനാണ് എൻ്റെ മുഖ്യ പ്രാസംഗികൻ. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നൊരു കാര്യം പറയാൻ പോകണം. അത് നമ്മളൊക്കെ മനുഷ്യരാണ്, ആരാധകരാണ്. ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കും. പക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള അത് പാടില്ല. ഞാനവിടെ പറയാൻ പോവാണ്, ടാഗോർ എന്ന മഹാവ്യക്തിത്വത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൃതികളെ മാത്രം അപഗ്രഥിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം പോയി ഇംഗ്ലീഷാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. ടേപ്പ് തിരിച്ചുകൊണ്ട് ഞാൻ എന്തു പറ്റിയേട്ടാ, അല്ലേ ആ ബംഗാളികൾ ഇങ്ങനും ആരെങ്കിലും പറയണം പോലും വിചാരിച്ചില്ല. അവരാകെ കൂടെ വല്ലാതായി. ഞാനിപ്പോഴും ഗൗരവമായിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, മലയാള സാഹിത്യം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അകന്നതിന്റെ പ്രധാന കാരണം 1956-60കളിൽ ഡൽഹിയിലേക്ക് പോയ മിടുക്കരായ ചെറുപ്പക്കാര് സാഹിത്യത്തിൽ വന്നതാണ്. ഇവിടെ അതിനു മുമ്പ് നമുക്കറിയാൻ മേലാത്ത അന്ന് ഫ്രാൻസിൽ നിന്ന് ഉള്ള നല്ല എക്സിബിഷനിസം സാഹിത്യമൊക്കെ ഇറങ്ങി വന്ന് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതാദ്യം വായിക്കുന്ന അവിടെയാണ്. ഇംഗ്ലീഷൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഗ്രാജുവേഷനൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ പോയല്ലോ, എല്ലാവരും അത്. ഈ മഹാന്മാരൊക്കെ ചെന്ന നമ്മുടെ ഇന്നത്തെ കഥാകൃത്തുക്കളിലെ എല്ലാവരുടെയും ടോട്ടൽ ലിസ്റ്റ് എടുത്ത് നോക്കാം. എല്ലാവരും ഇതുപോലെ ഡൽഹി ക്ലബിലെ വെള്ളിയാഴ്ച വൈകിട്ട് അതിഗംഭീരം എന്നും പറഞ്ഞ് കൂടി അവിടെ നിന്നും ജന്തർ മന്തർ വിട്ടും പിന്നെ മറ്റേ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭാവങ്ങൾ നമ്മളെ നോക്കാം. ഇത്രയും ഡൽഹിക്കൊന്നും പോയിട്ടില്ല നമ്മൾ. ഇവിടുത്തെ വായനക്കാർ വരും, കേട്ടോ ഇതൊക്കെയാണ് ഗംഭീരം. ഇടയ്ക്കിടയ്ക്കല്ല എക്സിബിഷൻ ലിസ്റ്റിന്റെ ഒക്കെ ചില വാചകങ്ങളും എന്റെ അമ്മ മരിച്ചത് ഇന്നോ ഇന്നലെ മദർ ഡൈഡ് യെസ്റ്റർഡേ കുറച്ചുകൂടി ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന അൾജീരിയക്കാരൻ നായകനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു മഹാസംഭവമല്ലേ സാഹിത്യത്തിന്റെ അഴിച്ചുകളാൻ മലയാളത്തിലേക്ക് കയറി തട്ടോടെ തട്ടും. അപ്പൊ ഇത് ഡൽഹിയിലാണ് വരുന്നത്. ഇവിടെ വല്ല പ്രവൃത്തിയുണ്ട്. മാതൃഭൂമിക്കാണെങ്കിൽ കഥകളുണ്ട്. ഇതുപോലുള്ള പുതിയ കഥകൾ വരുന്നത്. MP ആണ് കേരളത്തെ ഒന്നാണ്ട് ഏതായാലും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് MP ക്കല്ല. അപ്പോൾ തട്ടോടെ തട്ട് പുതിയ സാഹിത്യം വരികയാണ്. ഇതൊരു വലിയ അപകടമായിരുന്നു. ഇവിടെ മണ്ണിന്റെ എഴുത്തുകാരായ നമ്മുടെ ജോസഫ് വൈദ്യുണ്ട്. ഞാൻ ജോസഫ് വൈദ്യ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. ജോസഫ് വൈദ്യ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒരു എഴുത്തുകാരൻ്റെ കൂടെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, സത്യം വായിക്കാൻ കൊടുക്കും. ഇദ്ദേഹം ആദ്യത്തെ കഥ എഴുതി മാതൃഭൂമിക്ക് വീട്ടിൽ ഒരു മേശ പോലും ഇല്ലാത്ത ആളാണ്. ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് കഥ എഴുതി അയക്കുന്നു. കഥ അവിടെ വരുന്നു. അത്ഭുതത്തോടുകൂടി ഇയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. SSLC പാസ്സായിട്ട് ഒരു കഥ മാതൃഭൂമിയിലാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം മഹത്തായ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കാണ്. എങ്ങനെയാണ് കഥ എഴുതി? അദ്ദേഹം കഥ എഴുതി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. ഇവിടെ വന്ന് മഹാരാജ് കോളേജിൽ കയറാൻ പോലും ഭയമായിട്ട് കോളേജിൽ പഠിക്കാനുള്ള സൗകര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ്, നീ ഡോസ്റ്റോവ്സ്കിയെ വായിച്ചിട്ടുണ്ടോ? പാവങ്ങൾ വായിച്ചിട്ടുണ്ടോ? നീ മറ്റേ വായിച്ചിട്ടുണ്ടോ? പാവം നമ്മുടെ ജോസഫ് അല്ല 5 കൊല്ലം ആശ്രമത്തിൽ പോയിരുന്നില്ല ഈ പുസ്തകം സ്വീകരിക്കാൻ എനിക്ക് ഒരു നിമിത്തമായി
ലഭിച്ചത് അത് സേതുവിൻ്റെ കയ്യിൽ നിന്ന് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഉത്തരോത്തരം അനവധി കേരളീയ നോവലുകൾ മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻലാൽ സാറിന് പറയുന്നു. ഇപ്പോൾ ആശ്രമം നൽകി ഹിമാലയ പ്രത്യക്ഷം എന്ന യാത്രയുടെ പ്രകാശനമാണ്. പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ സംവിധായകനായ ശ്രീ KG ജോർജാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ TM എബ്രഹാം. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അടുക്കുകയാണ്. ഹിമാലയ പ്രത്യക്ഷം ആശയം നൽകി പ്രകാശനം ചെയ്യുന്നത് ശ്രീ KG ജോർജ്. സ്വീകരിക്കുന്നത് ശ്രീ TM എബ്രഹാം. ഇപ്പോൾ ശ്രീ KG ജോർജ് നമ്മോട് സംസാരിക്കുന്നു. ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്ന ആളെ ഞാൻ ഇവിടെ പറയുന്നത് കേൾക്കാൻ വന്നതാണ്. വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ സാഹിത്യത്തെപ്പറ്റി ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കാലം ജീവിച്ചിരുന്ന പല ആൾക്കാരും സിനിമയുമായിട്ട് വളരെ അടുത്ത് ജീവിച്ചവരാണ്. നമ്മുടെ തന്നെ മഹാസാഹിത്യകാരനായിരുന്ന ബഷീർ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ വാസ്തവത്തിൽ സിനിമയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആദ്യം അദ്ദേഹം എഴുതിയ ഭാർഗവീന്ദ്രയം എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും സാഹിത്യത്തെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം ചിന്തിച്ചത് സിനിമയെ പറ്റിയാണെന്ന് മനസ്സിലാക്കും. മറ്റൊരു സിനിമയിലും ഒരു സാഹിത്യകാരൻ ഡയറക്റ്റായിട്ട് ഓഡിയൻസിനോട് പറയുന്നത് ഈ പറയുന്ന ഭാർഗവി എന്ന് പറയുന്ന പ്രേതത്തിനോടാണെങ്കിലും പറയുന്നത് ശരിക്കും ജനങ്ങളോട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് 2-2.5 മണിക്കൂർ ഈ സാഹിത്യകാരനെ നിർത്താൻ കഴിയുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് സിനിമയുടെ മർമ്മവും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് വ്യക്തമാണ്. ഇത് ആ കാലത്ത് ജീവിച്ചിരുന്ന അഫ്കോഴ്സ് ബഷീറിനെ പോലുള്ള ഒരു സാഹിത്യകാരൻ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ പറ്റി ജീവിക്കുന്ന ഗ്രേം ഗ്രീൻ എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെയും സിനിമയെ, ഗ്രേം ഗ്രീൻ്റെ വളരെ പ്രശസ്തമായ ബുക്കുണ്ട് മോർണിംഗ്സ് ഇൻ ദ ഡാർക്ക് എന്നാണ്. അതായത് പകൽ സിനിമ കാണുന്നതിനെ പറ്റിയാണ് അതുള്ളത്. മോർണിംഗ് ഷോയും മാറ്റിനെയും ആ കാലഘട്ടത്തിൽ സിനിമ കണ്ടുകൊണ്ട് അങ്ങനെ സിനിമയെ, അതായത് സിനിമ ആ കാലഘട്ടത്തിൽ 1920-കളിലും 30-കളിലും 40-കളിലും എന്ന് പറയുന്നത് ഒരു പുതിയ കലാരൂപമായി രൂപം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ വരുന്ന ഒരു കലാരൂപത്തെ പഠിക്കാൻ സാഹിത്യകാരനും വളരെ കൗതുകത്തോട് സിനിമയെ നോക്കിക്കാണുകയും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച സാഹിത്യകാരന്മാർ നമ്മുടെ സാഹിത്യത്തിലെ നമ്മളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മോഡേൺ സാഹിത്യകാരന്മാരിൽ ഒരാളായ ബഷീർ തന്നെയാണ് സിനിമ എന്ന മാധ്യമത്തെ വളരെ കൂടകഷമായിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. ആ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന, ഞാൻ വളരെ ബഹുമാനിക്കുന്ന സംവിധായകനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ സംവിധായകന് ഒരു ഏറ്റവും ഭംഗിയായി ആവിഷ്കരിക്കാൻ കഴിയുന്ന മലയാള സാഹിത്യം എന്ന് പറയുന്നത് ബഷീറിന്റെ സാഹിത്യമാണെന്ന് അദ്ദേഹത്തിനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബഷീറിന്റെ സാഹിത്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഞങ്ങൾ തിരുവിതാംകൂർ ജീവിതത്തിലെ ആൾക്കാരെ സംബന്ധിച്ചോളം അതിന് ഒരുപാട് പ്രത്യേകത ഇന്റിമസി ഉണ്ടാകും ആ ഭാഷയോടും അതിലെ ജീവിതത്തോടും എന്നൊക്കെ പറയുന്നത്. അപ്പം ആ രീതിയിലെ സിനിമയെ ശരിക്കും സാഹിത്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്ന 1920-കളിലും 30-കളിലും 40-കളിലും എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യം ഏറ്റവും വളരെ ഭംഗിയായിട്ട് ഊർജം കൊണ്ട കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സാഹിത്യം മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത്, ആ പുതിയ സങ്കേതം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സാഹിത്യകാരന്മാർ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയിൽ നിന്ന് ഊർജം കൊണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ രീതിയിൽ ഞാനൊരു സിനിമാക്കാരനെന്ന നിലയിൽ ഇപ്പം ഞാൻ വലിയ സിനിമയൊന്നും എടുത്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല സിനിമ എടുക്കാനായിട്ട് വളരെ നല്ല സാഹിത്യമാണെന്ന് എനിക്ക്, അത് ഞാൻ
ആ കാലത്ത് എടുത്തുള്ള സിനിമകളിലൊന്നും വേളൂർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സാഹിത്യം ആ കാലത്ത് ആൾക്കാരെ വളരെ ബഹുമാനിച്ചിരുന്നല്ലോ. അദ്ദേഹത്തെ വെറും ഒരു ആസ്വാദകൻ എന്ന് പറഞ്ഞിട്ട് എന്താകുന്ന ഒരു പൈകിൾ ലെവലാണ് അംഗീകരിച്ചത്. പക്ഷെ അത്തരം ഒരു പൈകിൾ ലെവലുള്ള ഒരു കൊച്ചു കാര്യം എടുത്തിട്ട് അതിനെ കുറച്ചുകൂടി മനുഷ്യന് വിശ്വസിക്കാവുന്ന രീതിയിൽ, മനുഷ്യനെ ആസ്വദിക്കാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മഹത്തായ സാഹിത്യമല്ല, മഹത്തായ സിനിമ അതിൽ നിന്ന് ഊർജം കൊള്ളുന്നതാണ്. ഇത് അഗിത കുറോസവയുടെ പ്രശസ്തമായ സിനിമയുണ്ട്, ഈ റാഷമോൺ എന്ന് പറയുന്ന സിനിമ. റാഷമോൺ എന്ന് പറയുന്നത് ഒറിജിനൽ കഥ എന്ന് പറയുന്നത്, ഒറിജിനൽ സ്റ്റോറി എന്ന് പറയുന്നത് ജപ്പാൻകാർ തന്നെ പറയുന്നു, ഇവൻ കുറോസവ തന്നെ പറയുന്നു അത് അത്ര മഹത്തായ ഒരു നോവൽ, ഒരു ചെറുകഥയൊന്നുമല്ല. പക്ഷെ അത് എന്ന് പറയുന്ന മഹത്തായ, എക്കാലത്ത് സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു സൃഷ്ടി ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്നും ഊർജ്ജം സംഭരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ സിനിമയെയും സാഹിത്യത്തെയും കമ്പയർ ചെയ്യുകയല്ല. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും ഇത് രണ്ടും എന്ന് പറയുന്നത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് നമുക്കൊക്കെ ബലം തന്ന, ആ കാലഘട്ടത്തിൽ ഞാൻ 60-ൽ ജനിച്ച ആളാണ്, അതിനു മുമ്പ് ജനിച്ചവരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെയും സിനിമയിൽ ഊർജ്ജം കൊണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന് കൊടുക്കുന്ന ഏതാണ്ട് അതേ പ്രാധാന്യം തന്നെ കൊടുത്തിരുന്നു. നമുക്കും ഒരുവിധം നല്ല ഒരു സിനിമ ഉണ്ടായ ആ ഒരു 70-കളും 80-കളും എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് നല്ല സിനിമകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ഇൻസ്പയർ ചെയ്യാനും, എനിക്ക് തോന്നുന്നത് ഇവരും ഒക്കെ ഈ സാഹിത്യകാരന്മാരും ഒക്കെ ഇപ്പം കാക്കനാടൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ദളിതായിട്ടത്തെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കാക്കനാടൻ വായിച്ചു കഴിഞ്ഞാലും ഞാൻ ഒരുപാട് ഊർജ്ജം കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല കഥകളും എന്ന് പറയുന്നത് അത് സിനിമയാക്കാനും കൊള്ളാം എന്ന് വിശ്വസിച്ച ആളായിരുന്നു ഞാൻ. അപ്പം ആ രീതിയിൽ ഈ എല്ലാ സാഹിത്യവും സംബന്ധിച്ചും മഹത്വം നോക്കിയല്ല സാഹിത്യം സിനിമയാകുന്നത് അതിൽ നിന്ന് എന്തുണ്ടാകാം, രണ്ട് തലത്തിലാണ് നിലനിൽക്കുന്നത്. സാഹിത്യത്തിലെ അതിമനോഹരമായ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വാക്യം, ഒരു വാചകം എന്ന് പറയുന്നത് ഉയർന്നു പൊന്തി അങ്ങനെ ഒരു മല പോലെ ഉയർന്നു വരുന്ന സമയം. പക്ഷെ അത് സിനിമയിൽ വരുന്ന സമയത്ത് അങ്ങനെ ഉയരണമെന്നില്ല, അത് നിലത്ത് കിടന്ന് എഴുതുകയുള്ളൂ. അപ്പൊ ആ ഈ സാഹിത്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് സിനിമയായി മാറുന്നത്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന വേറൊരു തലമുണ്ട്, ആ തലമാണ് സിനിമയായി മാറുന്നത്. അവിടെ മഹത്തായ സിനിമ എന്ന് പറയുന്നത് മഹത്തായ അക്ഷരങ്ങളല്ല, മഹത്തായ കാഴ്ചകളാണ്. ആ കാഴ്ചകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ചെറുതെങ്കിലും അപൂർവം ചില കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് ഇത്രയുമാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് സദസ്സ് നിൽക്കുന്നൊരു വലിയ കാര്യം ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെക്കാട്ടിൽ പ്രത്യേകം നമ്മുടെ സാഹിത്യത്തിലെ ആൾക്കാർ ഉറ്റുനോക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും. അപ്പം നമ്മളെ അങ്ങനെ രീതിയിൽ കാണുന്നവരല്ല, അങ്ങനെ ഒരു ബുദ്ധിജീവിയുടെ ലെവലിലേക്ക് കാണാറില്ല. എങ്കിൽ പോലും ഒരല്പം ബുദ്ധി എന്ന് പറയുന്നത് നല്ല സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ എഡിറ്റർ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശ്രീ TM എബ്രഹാം. 1971 എനിക്ക് തോന്നുന്നു എറണാകുളത്ത് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പ്രേക്ഷകനായി പോയിരുന്ന, കേൾവിക്കാരനായി പോയിരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പം ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം എന്തുമാത്രം പ്രതിഷേധങ്ങളിലൂടെയാണ് ഈ 40 വർഷം നടന്ന് കയറിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഈ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 1971 എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആര് വന്ന മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അന്ന് വളരെ ചെറുപ്പമാണ്, 38 കൊല്ലം മുമ്പാണ്. അന്ന് ഈ പുസ്തകത്തിന് സ്റ്റേജിൽ കയറി നിന്ന് അന്നത്തെ ഏറ്റവും വലിയ എഴുത്തുകാരനായ P. കേശവദേവ് രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞിട്ട് അയാളുടെ തള്ളയ്ക്ക് വിളിച്ചു. സ്റ്റേജിൽ നിന്ന് ഓഡിയൻസ് നിശബ്ദരായിപ്പോയി. ഈ OV വിജയൻ എന്ന് പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസം നോവൽ എഴുതിയ വ്യക്തിയെയും കാക്കനാടിനെയും അടക്കമുള്ളവരെ തള്ളക്ക് കയറി വിളിച്ചു. അത് കഴിഞ്ഞിട്ട് തകഴി അന്നും
ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും പുള്ളി വളരെ ചിരിച്ച് അതൊക്കെ മഹത്തായ സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തടിപൊളി. പക്ഷേ ഈ കേശവദേവ് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 2 ആഴ്ചക്കോ 2 മാസത്തിനു ശേഷം എറണാകുളത്ത് വെച്ച് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. അന്നും ഞാനൊരു കേൾവിക്കാരനായി അവിടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് സാംസ്കാരിക സമ്മേളനങ്ങൾ ഉണ്ടാവുകയും അതിൽ കൊള്ളാവുന്നവർ വന്ന് പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു എന്നുകൂടി ഞാനിവിടെ ഓർക്കട്ടെ. അന്ന് സാഹിത്യ സമ്മേളനത്തിൽ എറണാകുളത്ത് ആദ്യമായി ഞങ്ങളൊക്കെ ആരാധനയോടുകൂടി കണ്ടിരുന്ന കാക്കനാടൻ പ്രത്യക്ഷപ്പെട്ടു. 10,000-10,000 ആളുകൾ ഉള്ള ഒരു സദസ്സായിരുന്നു എന്നോർക്കണം. ഈ കാക്കനാടൻ അന്ന് OV വിജയനെ പറ്റി പറയുകയുണ്ടായി. തകഴിക്കോ കേശവദേവിനോ ഒക്കെ മറുപടി കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവരൊക്കെ ജീവിതം എഴുതിയെന്നാണ് പറയുന്നത്. തകഴിയും കേശവദേവും എഴുതിയ മുഴുവൻ കൃതികളിലെയും ജീവിതത്തെക്കാൾ കൂടുതൽ ജീവിതം OV വിജയൻ എഴുതിയ ഒരു പേജിലുണ്ട്.